ഒരു സംഭവം, ഈ സ്വഭാവത്തിന്റെ അളവ് അതെത്രമാത്രം മുസ്ലിമീങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് എടുത്തു കാണിക്കുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന കിതാബിൽ ഉദ്ധരിച്ചതായി കാണാം. ഈ കിതാബ് ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥമാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇമാം ഇബ്നു കസീർ ജീവിച്ചിരുന്ന 7-ാം നൂറ്റാണ്ട് വരെയുള്ള ഇസ്ലാമിന്റെ ചരിത്രം ഓരോ വർഷവും എണ്ണി പറഞ്ഞുകൊണ്ട് ഇന്ന വർഷത്തിൽ നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ദുർബലമായ സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ സംഭവം ഇബ്നു കസീർ ജീവിച്ചിരുന്ന കാലത്ത് നടന്നതാണ്, അതുകൊണ്ട് വിശ്വസിക്കാം. ഹിജ്റ 686 വർഷം നടന്നതായി അദ്ദേഹം പറയുന്നു. ഇരിയ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു കേസുണ്ടായി. കോടതിയിൽ ഒരു കേസ് വന്നു, ഇസ്ലാമിക കോടതിയാണ്. ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്ന് മഹർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. മഹറായി നിശ്ചയിച്ച തുക അത് നീട്ടിവെക്കാവുന്നതാണ്, അത് കടമായി പറയാവുന്നതാണ്. അങ്ങനെ 500 ദീനാർ 500 സ്വർണ്ണ നാണയം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ കേസ് കൊടുത്തു. കോടതിയിൽ വിചാരണ നടന്നു. അങ്ങനെ ഈ സ്ത്രീ അവരുടെ അനുകൂലമായിട്ടുള്ള സാക്ഷികൾ കൊണ്ടുവന്നു. ഇത്രയും തുകയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് സാക്ഷി പറയാൻ വേണ്ടി. അങ്ങനെ വന്ന സാക്ഷികൾ അവർക്ക് ഇത് തന്നെയാണ് ആ ഭാര്യ എന്ന് ഉറപ്പുവരുത്താൻ അവരുടെ മുഖം തുറന്ന് കാണിക്കാൻ ഖാദി ആവശ്യപ്പെട്ടു. അത് കേട്ടപ്പോ ഈ ഭർത്താവ് 500 ദീനാർ കൊടുക്കേണ്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യയുടെ മുഖം തുറക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണ്, 500 ദീനാർ ഞാൻ കൊടുത്തുകൊള്ളാം, എനിക്ക് ഈ കേസ് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. തന്റെ മുഖം താനുമായി പ്രശ്നത്തിലുള്ള ഇത്ര വലിയൊരു സംഖ്യ തന്നോട് ചോദിച്ച് കേസ് കൊടുത്തിട്ടുള്ള ആ ഭാര്യയുടെ മുഖം 4 ആളുകൾ ഒരാവശ്യത്തിന് വേണ്ടി കാണണം എന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല. ഇത് കണ്ടപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, തന്നോട് ഇത്രയും ഗൈറത്തുള്ള, തന്റെ അഭിമാനത്തിന്റെ കാര്യത്തിൽ ഇത്രയും കണിശതയുള്ള ആളാണ് തന്റെ ഭർത്താവ് എന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ആ തുക ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിരിഞ്ഞു പോവുകയുണ്ടായി. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പൂർവികരുടെ പിന്തലമുറക്കാരാണ് നമ്മൾ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ഈ സ്വഭാവം ഏറ്റവും കൂടുതലുള്ളവരായിരിക്കണം, ഗൈറത്തുള്ളവരായിരിക്കണം. ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗൈറത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം നസായി റഹിമഹുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല സലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ. 3 ആളുകൾ അവരെ അല്ലാഹു തിരിഞ്ഞു നോക്കുകയില്ല. 3 കൂട്ടരെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നോക്കുകയില്ല, അവരോട് റഹ്മത്ത് കാണിക്കുകയില്ല എന്നർത്ഥം. നഊദു ബില്ലാഹ്, എന്ത് വലിയ ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. മഹ്ശറിൽ ഹിസാബ് നടക്കുന്ന സമയത്ത് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. ആരൊക്കെയാണ് ഈ നശിച്ചുപോയ 3 കൂട്ടർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്നാമത്തേത് അൽ ആഖു ലിവാലിദൈഹി, തന്റെ മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുന്ന മകൻ. വൽ മർഅത്തുൽ മുതറജ്ജില, ആണുങ്ങളെപ്പോലെ നടക്കുന്ന പെണ്ണുങ്ങൾ. മൂന്നാമത്തേത് വദ്ദയൂസ്. ദയൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു ചില റിവായത്തുകൾ കാണാം, സ്വന്തം വീട്ടിൽ ആരാണ് വരുന്നത് പോകുന്നത് എന്ന് നോക്കാത്തവൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത പുരുഷൻ. ഇങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിഞ്ഞു നോക്കുകയില്ല നാളെ പരലോകത്ത്. സഹോദരങ്ങൾ, ഈ അവസ്ഥ നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകരുത്. അവർക്ക് ഇസ്ലാമിന്റെ അഖ്ലാഖ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അഖൂലു മാ സമിഅ്തും വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു കാന ഗഫാറ.